ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ഇപ്പോൾ നമ്മുടെ ആധാർ കാർഡിലെ അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ മൊബൈലിൽ തന്നെ. ഇതിനായി ഗവൺമെൻറ് ഒരു പുതിയൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ആപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വയം നമ്മുടെ മൊബൈലിൽ തന്നെ ഈ ആപ്പ് യൂസ് ചെയ്ത് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമുക്കെപ്പോഴും ആധാർ കാർഡ് കയ്യിൽ സൂക്ഷിക്കേണ്ടതില്ല. ഫോണിൽ ഡിജിറ്റൽ രൂപത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ഇനി നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ആധാർ കാർഡ് സെയിം ഫോൺ നമ്പറിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരേ ഫോണിൽ ഈ ആപ്പ് യൂസ് ചെയ്ത് വീട്ടിലെ എല്ലാവരുടെയും ആധാർ നമുക്ക് ഡിജിറ്റലായി ഈ ആപ്പിൽ സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഏത് ആപ്പാണ്, അത് ഡൗൺലോഡ് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്നൊക്കെ നോക്കാം. അതിനു മുൻപായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. അടുത്തതായി ഈ കാണുന്ന സെർച്ച് ബാറിൽ ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇനി ഈ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആധാർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇവിടെ കുറച്ച് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്, അത് അലോ കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ ഡിസ്കവർ കീ ഫീച്ചേഴ്സ്, സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ ആൻഡ് രജിസ്റ്റർ എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഡിസ്കവർ കീ ഫീച്ചേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്ത പേജിൽ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി തുടർച്ചയായിട്ട് വരുന്ന പേജുകളിൽ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്ത പേജിൽ എൻ്റർ ആധാർ നമ്പർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഐ ആം റെഡി വിത്ത് മൈ ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകും. ഇത് സെൻഡിങ് വെരിഫിക്കേഷൻ SMS, വെരിഫൈ മൊബൈൽ നമ്പർ എന്നീ ഓപ്ഷൻസ് പ്രോസസ്സ് ആകുന്നത് കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻസ് പ്രോസസ്സ് ആയതിനു ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ടു ഫേസ് അതൻറ്റിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകും. ഈ പേജിൽ ഇനിഷ്യേറ്റ് ഫേസ് അതൻറ്റിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ക്യാമറ ഓൺ ആകും. ഈ കാണുന്ന സർക്കിളിൽ നമ്മുടെ ഫേസ് കാണിച്ച് ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസ് കറക്റ്റായി ഡിറ്റക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗെറ്റിംഗ് യു ആധാർ റെഡി എന്ന് കാണാൻ സാധിക്കും. അടുത്തതായി ഈ കാണുന്ന പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകും. ഈ പേജിൽ നമ്മൾ ഒരു പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ 6 ഡിജിറ്റ് നമ്പർ യൂസ് ചെയ്ത് ഒരു പിൻ നമ്പർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മൊബൈലിൽ ആധാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ സേഫ് ആൻഡ് സെക്യൂർഡായി യൂസ് ചെയ്യേണ്ടതാണ്. സോ ഇതിന് നമ്മൾ പിൻ നമ്പർ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജിൽ ഒന്ന് സ്ക്രോൾ അപ്പ് ചെയ്യുക. ഈ പേജിൽ മൈ ആധാർ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എ ന്യൂ അപ്ഡേറ്റ് എന്ന ഓപ്ഷന് താഴെയായി മൊബൈൽ നമ്പർ അപ്ഡേറ്റ്, അഡ്രസ് അപ്ഡേറ്റ്, നെയിം അപ്ഡേറ്റ്, ഇമെയിൽ ID അപ്ഡേറ്റ് എന്നീ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ മാത്രമേ ഈ ആപ്പ് യൂസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അഡ്രസ്സ്, പേര്, മെയിൽ ID ഇതൊന്നും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. ഉടനെ തന്നെ നമുക്ക് ഈ അപ്ഡേറ്റ്സും പ്രവർത്തനം ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആധാർ അപ്ഡേറ്റ് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ്. അതിനായി ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിലായി നോക്കിയത്. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.